മഹേഷ് പണിക്കരിലേക്ക് പോവുകയാണ്. തട്ടാവിള കുടുംബാംഗമാണ്. പരമ്പരാഗതമായി തന്നെ പാരമ്പര്യമായി ശബരിമല സന്നിധാനത്തെ അയ്യപ്പൻ്റെ സ്വർണ്ണ പ്രവൃത്തികൾ ചെയ്യുന്ന കുടുംബം ആണ്. ഇപ്പോൾ ശ്രീ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ കേട്ടതാണ് പറഞ്ഞത്. അപ്പോൾ വിജയ് മല്യ കൊടുത്ത സ്വർണം പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ വാസു നൽകിയ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് അവിടെ വിജയ് മല്യ സ്വർണം നൽകി എന്നതിന് തെളിവുകളൊന്നുമില്ലല്ലോ, രേഖകളൊന്നുമില്ലല്ലോ എന്ന് വാസു പറയുമ്പോൾ അതിൽ ഒരു ഗൂഢാലോചന മറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ സ്വർണത്തിന് രേഖയില്ലെങ്കിൽ പിന്നെ സ്വർണ്ണ കവർച്ചയും ഉണ്ടാകില്ലല്ലോ. അങ്ങയുടെ അനുഭവത്തിൽ വിജയ് മല്യ 98 നൽകിയ സ്വർണത്തിൽ ഏതെങ്കിലും സംശുദ്ധി കുറവ് തോന്നിയിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ SITക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ഈ തൊണ്ടി മുതൽ എന്ന് പറയപ്പെടുന്നത് ഒരുപക്ഷെ ഉരുക്കി കളയാൻ അവർ തയ്യാറായിട്ടുണ്ടാകില്ല, ഉരുക്കി മറ്റു ഉരുപ്പടികൾ ഉണ്ടാക്കാൻ തയ്യാറായിട്ടുണ്ടാകില്ല. കാരണം ഇതിൻ്റെ മൂല്യം വളരെ കൃത്യമായി ഈ കൊള്ളക്കാർക്ക് അറിയാവുന്നതാണ്. അതിനൊരു ദൈവികമായ മൂല്യമുണ്ട്. അത്തരത്തിൽ വിലമതിക്കുന്ന ഒരു സ്വർണം, അതിൻ്റെ തൊണ്ടി കണ്ടെത്താൻ ഈ SITക്ക് സാധിക്കുമോ ശ്രീ മഹേഷ് പണിക്കർ? ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ വിജയ് മല്യ അവിടെ സ്വർണം തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യന് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാന്നേ ഉള്ളൂ. കാര്യം ഇവർ തൊട്ടിരിക്കുന്ന 2-3 സാധനത്തിലേ ഉള്ളൂ. അതായത് കട്ടള, കഥക്, ധാരപാലക ശില്പങ്ങള്, പിന്നെ സൈഡിലത്തെ ആ ഒരു ഇത്, പിന്നെ വഞ്ചിപ്പെട്ടിയോ അങ്ങനത്തെ 1-2 കാര്യങ്ങളോടൊക്കെ ഉണ്ട്. മാക്സിമം അത്രേ ഉള്ളൂ. അവിടുത്തെ റൂഫിലെ സാധനങ്ങളൊക്കെ വിജയ് മല്യ വെച്ചത് അവിടെ ഇരിക്കുകയാണ്. അത് ഇവർ പരിശോധന നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം. അപ്പൊ അത് പരിശോധിച്ചിട്ട് അതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് എത്ര എന്ന് അറിയുമ്പോഴത്തേക്ക് അവിടെ എത്ര സ്വർണ്ണമുണ്ട് അല്ലെങ്കിൽ എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാനും അതേ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്താൽ മതി. കാര്യം മൊത്തത്തിൽ ഇപ്പൊ എടുത്ത് 25 കിലോ ഉണ്ട്. അതായത് ഒരു സ്ക്വയർ ഫീറ്റിൽ ഇപ്പൊ മേളത്തെ ഇപ്പം ഒരു സ്ക്വയർ ഫീറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിന്റെ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവിടെ ഉള്ളത് അറിയാൻ പറ്റും, ഇപ്പൊ ഉള്ളത് അറിയാൻ പറ്റും. അപ്പൊ പോയിട്ടുള്ളത് ഇവരെടുത്തിരിക്കുന്ന സാധനത്തിന്റെ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതും അറിയാൻ പറ്റും. അപ്പൊ വിജയ് മല്യ സ്വർണം കൊടുത്തില്ലോ എന്നുള്ളത് ഒരിക്കലും കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് വാദിച്ച് ജയിക്കാൻ പറ്റത്തില്ല. ഇനി റിയൽ ആയിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സാധ്യതയുള്ളൂ. റിയൽ ആയിട്ട് അങ്ങനെ അല്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാര്യം ആ സമയത്ത് 2 പ്രാവശ്യമായിട്ട് അദ്ദേഹം ഇത്ര കിലോ അവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ളതാണ്. അത് വളരെ സുതാര്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അതൊരു വഴിപാടായിട്ട് അത്ര ഒരു പുള്ളി തന്നെ നേരിട്ടുള്ള വരികയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് സംശയമില്ല. പിന്നെ ഈ പറഞ്ഞ അന്വേഷണത്തിന്റെ ഒരു കേസ് ഇങ്ങനെ പറയുന്നതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അറസ്റ്റ് ചെയ്ത് ആർക്കും ജാമ്യം കിട്ടുന്നില്ല. ഒരു സിമ്പിൾ ഒരു മോഷണ കേസ് പോലത്തെയാണല്ലോ നിയമത്തിന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക്. പക്ഷെ ഇതുവരെയും ഇവർക്ക് ജാമ്യം കിട്ടുന്നില്ല. അപ്പം ഇത് അവർ ഫ്രെയിം ചെയ്തിരിക്കുന്ന എല്ലാവരും വളരെ വ്യക്തമായ തെളിവുകളോടാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ തെളിവില്ലാത്ത ഒരാളെ ചുമ്മാ പിടിച്ചിട്ട് ഇത് കേട്ടിട അതിനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത്. ഇപ്പൊ ചുമ്മാ തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞ ഒരു സാധനത്തിന്റെ പുറകെ ഇവർ പോകുന്നുണ്ട്. കാര്യം അവർക്ക് എങ്ങനെ ഒരു ലീഡ് കിട്ടണം. കാര്യം ഇത് വിറ്റിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാര്യം ഈ പാളിന്നോ അല്ലെങ്കിൽ കട്ടളയെന്നോ ഇതിന്നോ ഒക്കെ ഈ സ്വർണം വേർതിരിച്ചാൽ ഇതിന് വെറും സ്വർണത്തിന്റെ വിലയുള്ളൂ. അന്നത്തെ സമയത്ത് 27 ലക്ഷം രൂപയുള്ളൂ 1 കിലോ സ്വർണത്തിന്. ഇന്നാണിപ്പോ 1 കോടി രൂപ റേഞ്ച് വില വന്ന് നിൽക്കുന്നത്. അപ്പൊ അത് 27 ലക്ഷം രൂപയുള്ളൂ. അത് 5 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൊത്തത്തിൽ 1 കോടിയുള്ളൂ. ഇവരെ പോലെ പ്രഗത്ഭരായ ആൾക്കാർ ഈ പറഞ്ഞ അവരുടെ ഒരു 10 ഇപ്പൊ തന്നെ 11 പേരകത്തുണ്ട്. ഇനി ഒരു 10 പേരോട് ഉണ്ടെന്ന് വിചാരിക്കുക. 10-20 പേർക്ക് വീതം വെച്ചാൽ ഇത് എന്നാ ഉണ്ട് 5-6 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇവരൊരിക്കലും ഇതിന്റെ പറയാൻ നിൽക്കത്തില്ല. അപ്പം വളരെ വിശാലമായ രീതിയിൽ ആ പാളികളൊക്കെ അതുപോലെ തന്നെയാണ് കച്ചവടം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ശ്രീ മഹേഷ് പണിക്കർ ഹൈക്കോടതി ആ ഒരു പരാമർശം ഉന്നയിക്കുന്നത്. ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയയ്ക്ക് ഈ ശബരിമലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ഹൈക്കോടതി ഉന്നയിക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലായിരിക്കും. കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ അന്നത്തെ മൂല്യമനുസരിച്ച് ഒരു 27 ലക്ഷം രൂപ മാത്രം വില വരുന്ന ഒരു സ്വർണത്തിന് വേണ്ടി അത്തരത്തിൽ അതിനുവേണ്ടി ഇത്ര വലിയൊരു സാഹസത്തിന് ഈ കൊള്ളക്കാർ മുതിരുമോ? പക്ഷേ അപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റ് ലക്ഷ്യങ്ങൾ ഈ കൊള്ളക്കാർ ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നോ എന്നതടക്കം അന്വേഷണ വിധേയമാകേണ്ടതല്ലേ അങ്ങനെയെങ്കിൽ? അതായത് 2009 ഇവർ തുടങ്ങുന്നത്. അതായത് വിജയ് മല്യ ചെയ്ത കലശക്കുടങ്ങൾ മാളികപ്പുറത്തിന്റെയും ഗണപതി ക്ഷേത്രത്തിന്റെയും നമ്മുടെ ശ്രീകോവിലിനെയും വെച്ചിരിക്കുന്ന 5 കലശക്കുടം നമ്മുടെ ലിസ്റ്റിനകത്ത്, വിജിലൻസിന്റെ ലിസ്റ്റിനകത്ത് 9ാമതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മുതലാണ് തുടങ്ങുന്നത്. അത് 2009 2009 തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുപ്തം സാറിന്റെ കാലാവധി കഴിഞ്ഞിട്ട് നമ്മുടെ ജയകുമാർ സാറാണ് അന്ന് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആള്. അപ്പൊ രാഷ്ട്രീയപരമായിട്ട് തന്നെ അല്ലാതെ 2015 നമ്മുടെ 18ാം പടി പോകുമ്പോഴത്തേക്കും അദ്ദേഹമാണ് ഹൈക്കോടതി കമ്മിറ്റി എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പം ഇതിനകത്ത് കാലാകാലങ്ങളിൽ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ മാത്രമല്ല, നമ്മളിപ്പോ ശരിക്കും മനസ്സിലാക്കേണ്ട, നേരത്തെ ഹരിദാസ് സാർ സൂചിപ്പിച്ച ഒരു സാധനമുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ പത്മകുമാറിനോട് ദൈവതുല്യർ ആരാന്ന് ചോദിച്ചപ്പോൾ ശവന്തീനികളല്ല എന്ന് പറഞ്ഞു. അത് നമ്മളൊക്കെ മിസ് ചെയ്തിരിക്കുകയാണ്. കാര്യം ശവന്തീനികൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ പറയുക,
നോൺ വെജിറ്റേറിയൻ ആണ് അയാൾ ഉദ്ദേശിച്ചത്. നോൺ വെജിറ്റേറിയൻ ആണ് ശവന്തീനികൾ. അപ്പം ശവന്തീനികൾ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അത് കറക്റ്റ് തന്ത്രിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് അയാൾ പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ്. ആക്ച്വലി ഒന്ന് നമ്മൾ ഡീപ്പായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യം അതൊരു അങ്ങനത്തെ ഒരു പോയിന്റ് എലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ തന്ത്രിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടുത്തെ പൂജാ സെറ്റപ്പിലോ അവരെയൊക്കെ ഇവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇവരെയൊക്കെ ടാക്കിൾ ചെയ്തൊരു ടീമായിട്ട്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായമുള്ളവരെയും ഉദ്യോഗസ്ഥരെയും വ്യത്യസ്തമായ ആൾക്കാരെയും ഒക്കെ ഇവർ ഒരേപോലെ കോർത്തിണക്കി. ഇയാൾ 2007 വന്നിട്ട് ഇത്രയും നാളും ഈ പറഞ്ഞ ടീമുകളെല്ലാം അവിടെ വരുന്ന ആർക്കൊക്കെയാണ് അധികാരമുള്ള അവരെയൊക്കെ ഇവര് സുഹൃത്തുക്കളാണ്. അവരെ ഒന്നി പങ്കാളികളാക്കിയിട്ടോ അല്ലെങ്കിൽ അവരെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ഈ ഒരു ടീം അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സഞ്ജീവ് ഭണ്ഡാരി ഒക്കെ അകത്താണ്. അപ്പം അതിനകത്ത് അവര് ആ ഒരു തെളിവിന്റെ ഒരു പ്രശ്നം മാത്രമാണ് ഈ പറഞ്ഞ തൊണ്ടി മുതൽ കണ്ടെത്തുക, അത് ഒറിജിനൽ കണ്ടെത്തുക. ഈ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് വിശ്വാസപരമായിട്ടുള്ള കൊള്ളയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനൊരു പൂജകന്റെ സഹായം വേണം. ഇത് ചുമ്മാ ഒരാൾ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കത്തില്ല. ഇത് അവർക്ക് കാലാകാലങ്ങളിൽ അവർക്ക് ഇത് പൂജ ചെയ്യണം. ഇതിനൊരു പ്രതിഷ്ഠ വേണം. ഒന്നീ ഒറിജിനൽ തന്ത്രിയായിട്ടുള്ള തന്ത്രി കുടുംബത്തിൽപ്പെടുന്ന ആരെങ്കിലും വേണം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രിയായിട്ടുള്ള ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി വേണം. ഇവരെ ഒരു പൂജ വെച്ചേ വെക്കാൻ പറ്റൂ. പിന്നെ അതിന് കാലാകാലങ്ങളുള്ള പൂജയുണ്ട്. അപ്പം ഇതൊരിക്കലും അങ്ങനെ ഈ വിശ്വാസപരമായ കൊള്ളയാണെങ്കിൽ ഈ പൂജകളുടെ സപ്പോർട്ട് ഇല്ലാതെ അതിന് യാതൊരു എക്സിസ്റ്റൻസും ഇല്ല. ആരും അത് മേടിക്കില്ല. പിന്നെ അല്ലാതെ ആന്റിക്കായിട്ട് വരാനായിട്ട് ഈ ധാരപാലകമാളിയൊന്നും ആന്റിക് സാമ്പിൾ ഇല്ല. കാര്യം 99, 98 വിജയമല്യ ചെയ്തിട്ടുള്ളതാണ്. ഇത്ര വർഷം 28 വർഷമായിട്ടുള്ളൂ. അപ്പൊ അതിന് അങ്ങനെ ഒരു വാല്യൂ ഇല്ല. പിന്നെ അവിടുത്തെ കൊടിമരത്തിനും മറ്റേ വാജിവാഹനത്തിനും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ ആന്റിക് വാല്യൂ ഉള്ളതുകൊണ്ട് അപ്പം പിന്നെ സ്വർണ്ണമായിട്ട് മാറ്റുവാണെങ്കിൽ ഇവർക്ക് വളരെ നിസ്സാരമായിട്ട് ഇപ്പോൾ ഒരു 4-5 കിലോ സ്വർണ്ണം കിട്ടി ഇത്ര രൂപ ആ സമയത്ത് കിട്ടത്തുള്ളൂ. ഈ പൈസയ്ക്ക് വേണ്ടി അവർ ചെയ്യത്തില്ല. അപ്പം ഉറപ്പാക്കാൻ പറ്റും ഇത് അതിന്റെ പാളിയായിട്ട് തന്നെ ഒന്നായിട്ടോ അല്ലെങ്കിൽ മുറിച്ചായിട്ടോ പല കാര്യം സിനിമാക്കാരുടെ കൂടെ ചെയ്ത് പല വീടുകളിൽ പോയിട്ടുള്ളതാണ്. ആ വീടുകളിലൊക്കെ പൂജ നടത്തിയിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇവരുടെ കെയർ ഓഫിൽ പൂജ നടത്തിയിരിക്കുന്ന കഴിഞ്ഞ ഒരു 5 കൊല്ലം പൂജ നടത്തിയിരിക്കുന്ന സാധനങ്ങൾ പൊക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏതൊക്കെ വീട്ടിൽ പൂജ നടത്തിയിട്ടുണ്ടോ ആ വീടുകളിലൊക്കെ എവിടെയോ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിലൊക്കെ എവിടെയോ ഇരിപ്പുണ്ട്. അത് ഉറപ്പാണ്. കാര്യം ഇപ്പം മാറിയിട്ടുണ്ടാവും, അത് തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്. എന്റെ ഒരു വിശ്വാസം വെച്ചിട്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്. കാര്യം അല്ലാതെ ഒരിക്കലും ഇതൊരു രാഷ്ട്രീയപരമായിട്ട് ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു പാർട്ടി ഓഫീസിലൊക്കെ പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സാധനത്തിനുണ്ടോ അങ്ങനെയല്ല. ഇവർ അവരുടെ വിശ്വാസവും അവരുടെ ബന്ധങ്ങളും ഒക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ളത് സത്യമാണ്. ആ ബന്ധങ്ങളെല്ലാം പുറത്തു വരും. ഇപ്പൊ തന്നെ വേറൊരു ഗുരുതരമായ സാധനം നമ്മുടെ ആന്റണി MP പറഞ്ഞ ഏതോ ഒരു ക്ഷേത്രത്തിൽ ഏതോ ഒരു പോറ്റി വന്ന് ഞാനിപ്പോ കണ്ടു കയറിയെന്നാ. കാര്യം അദ്ദേഹം വിചാരിക്കുന്ന ഒരു സ്ഥലത്തെ എന്താ പറഞ്ഞ ക്ഷേത്രത്തിന്റെ ശബരിമല പോലത്തെ മഹാക്ഷേത്രത്തിന്റെ പ്രയാർ ഗോപാലകൃഷ്ണ പ്രസിഡന്റ് അദ്ദേഹത്തിന് അറിയത്തില്ല. ഏതോ ക്ഷേത്രത്തിൽ ആരോ വന്നു കൂടെ ഞാനിവിടെ കയറി കണ്ടു എന്നാ പറയുന്നത്. എന്ത് നിരുത്തരവാദിത്വപരമായ ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒക്കെ അപ്പൊ ഇതിനകത്തൊക്കെ ഒരു ദുരൂഹതയുണ്ട്. ഈ സോണിയാഗാന്ധിയുടെ ഇവർ കാണാൻ പോയതിനകത്തും ബാക്കിയുള്ളവരുടെ അതിനകത്തും ഈ പറഞ്ഞ കടകംപള്ളി അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് ബന്ധം ഉണ്ടാവാം. കാര്യം ഇവരൊക്കെ പല മേഖലകളിൽ സോണിയാഗാന്ധിയെ കാണാൻ പോയതിന് പിന്നിലൊക്കെ ചില കാര്യങ്ങളുണ്ട് എന്ന് ഇടതുപക്ഷ ഹാൻഡിലുകളാണ് വളരെ കൃത്യമായ രീതിയിൽ അതൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണോ അതോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബന്ധം സോണിയ കുടുംബത്തിനുണ്ടോ എന്നതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്, ചർച്ചാ വിധേയമാക്കേണ്ടതാണ്.